Zimam zimam bing bing boo tin sastena se taar chimक गई छाती से zimam zimam bing bing boo tin sastena se ഹലോ ഗൈസ് SVR ഐഡിയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SVR ഐഡിയാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവ പോയത് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നമ്മൾ ഉഴുന്നുവടയാണ് ഉണ്ടാക്കുന്നത്. ഈ പരിപാടിയുടെ പേരറിയാലോ, ഉള്ളത് പറയാമല്ലോ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോന്ന് അറിയത്തില്ല, നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നമ്മൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിലൊന്നും അധികം പോയി സംസാരിക്കത്തില്ല. വൈഫും സംസാരിച്ചിട്ടില്ല, ഞാനും സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പൊ കഴിഞ്ഞ നമ്മൾ ഈ സാധനം നമ്മൾ റെഡിയാക്കി നമ്മൾ കഴിക്കുകയല്ല. നമ്മുടെ വീടിന്റെ വാതിൽക്ക് കൂടെ ആദ്യം ആര് വരുന്നു അവർക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അവരുടെ അഭിപ്രായം നമ്മളറിയാം. അത് ഒറ്റ ഷോട്ടാണ് നമ്മൾ എടുക്കുന്നത്. അവരെ നമ്മൾ ഇരുത്തി കഴിപ്പിച്ചിട്ട് നല്ലത് പറയണം എന്നുള്ള രീതിയിലല്ല നമ്മൾ പറയിപ്പിക്കുന്നത്. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അവർക്ക് അഭിപ്രായം. ഇപ്പൊ കഴിച്ചു കഴിഞ്ഞ് ചീത്തയാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മളത് നമ്മുടെ റെഡിയാക്കി നമ്മുടെ അടുത്ത് വരും. അപ്പൊ നമുക്ക് എന്തായാലും അത് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ സാധനം എന്തൊക്കെ വേണമെന്ന് നമുക്ക് വീടിനോട് ചോദിച്ചു നോക്കാം. അതെ, ഇൻഗ്രീഡിയൻസ്. ഞാൻ സാധനം എന്ന് പറയാം ഇൻഗ്രീഡിയൻസ്. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. ശരി, ഇപ്പൊ എന്തൊക്കെയാ വേണ്ടേ? ഇത് ഉഴുന്ന് നമ്മൾ 3 മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്ത് അത് വെള്ളം വാലാൻ വേണ്ടി വെച്ചേക്കുവാണ്. 3 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്തതാണ്. പിന്നെ ഇപ്പൊ ഈ ഉഴുന്നിന്റെ കൂടെ ഉഴുന്ന് അരയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇടാൻ വേണ്ടിയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇത്തിരി വേപ്പല. ഇത് നമ്മൾ ഈ ഉഴുന്ന് അരയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇടുന്നതാണ്. ഓ ശരി, ഉഴുന്ന് അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇടണം അല്ലേ? ആ, പിന്നീട് നമ്മൾ ഉഴുന്ന് അരച്ചു കഴിഞ്ഞാൽ ആ മാവിലേക്ക് ഇടേണ്ട സാധനങ്ങളാണ് ഇച്ചിരി ഉള്ളി അരിഞ്ഞത്, സവോളയാണ് ഞാൻ ഇവിടെ സവോള എടുത്തത്, ഉള്ളിയാണെങ്കിലും മതി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക്, ഇത്തിരി വേപ്പല. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ സാധനങ്ങളെന്ന് വെച്ചാൽ ഇത്തിരി കായപ്പൊടിയും ഉപ്പും ഇടും. അത് പിന്നീട് ഇത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പം ആദ്യം നമ്മൾ ഈ ഉഴുന്ന് അരയ്ക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വെള്ളം തീരെ കുറവായിരിക്കണം. അത് നമുക്ക് സ്പൂണിൽ വെള്ളം ഒഴിച്ചൊഴിച്ച് എടുക്കാവുള്ളൂ. അതും നല്ല ഫൈനായിട്ട് അരയരുത്, ഒരു തരിതരിപ്പ് വേണം മാവിന്. ഞാൻ ഇത് അരയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ശരി, ഓക്കെ. ഞാൻ ചെറിയ ജാറാണ് എടുത്തേക്കും. ചെറിയ ജാറാണ് ഇച്ചിരി ബ്ലേഡിന് മൂർച്ചയുള്ളത്. എപ്പോഴും ചെറിയ ജാറിനല്ല. അപ്പം ചെറിയ ജാറിൽ ഇത് ഇത്രയും ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു സ്പൂണിന് കണക്കാക്കിയാണ് വെള്ളം. അപ്പം ഞാനിത് മാവൊന്ന് അരച്ചിട്ട് ആ ഒരു പരുവം കാണിച്ചു തരാം. മാവ് അരച്ചിട്ട് ആ പരുവം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് പരുവം. നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുമില്ല, അന്നാ ഒരു തരിതരിപ്പുണ്ട് താനും. പിന്നെ കുറെ നേരമായി ഫൈൻ എന്ന് പറയില്ലേ? ഫൈൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് എന്തോ പറയണ്ടത് നമ്മളിപ്പോൾ. നല്ല പോലെ അരയരുത്, നല്ല വെണ്ണ പോലെ അരയരുത്, ഒരു തരിതരിപ്പ് വേണം. ശരി, എല്ലാവർക്കും അറിയാം. അതായത് തരിതരിപ്പ് കേട്ടോ, ഫൈൻ തരിതരിപ്പ്, ചെറുതായിട്ടുള്ള തരിതരിപ്പ് വേണം. വെണ്ണ പോലെ അരയരുത്, നമ്മൾ ഈ മോരുകറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ അരയ്ക്കരുത്. ഒരു പിടിക്കുമ്പോൾ ഒരു തരിതരിപ്പ് പോലെ തോന്നണം. ഓക്കെ, മനസ്സിലായി. നമുക്ക് ബാക്കി ഇത്രയും ഉഴുന്നുണ്ട്, ഈ ഉഴുന്നും കൂടെ അരച്ചിട്ട് ബാക്കി കാണാം. നമ്മുടെ മാവ് അരച്ചത് ഇങ്ങനെയാണ് മാവ് അരച്ചേക്കുന്നത്. ഇനി ഇത് നമ്മൾ ഫോർക്ക് വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എന്നാലേ ഉള്ളുമയത്തിലും പുറമെ നല്ല മൊരിഞ്ഞ രീതിക്കും കിട്ടത്തുള്ളൂ. ഇനി ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഈ മാവൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാ വശവും യോജിക്കുന്ന രീതിയിൽ വേണം ബീറ്റ് ചെയ്യാൻ. നേരം ഏകദേശം 6:45 കേട്ടോ. അപ്പോൾ നേരെ സന്ധ്യ ആയിട്ടുണ്ട്. നമ്മൾ റോഡിൽ പോകുന്നവരെ വിളിച്ചകത്തിരുത്തി വേണം കൊടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ. നേരം ഒരുപാട് വൈകിപ്പോയി, എങ്കിലും നമ്മളിത് ചെയ്യും. ഇത് 5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പാകമായോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഇതിനകത്തുനിന്നൊരു സ്വല്പം മാവെടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് ഇടണം. ഇടുമ്പം ആ മാവ് വെള്ളത്തിൽ പൊന്തി കിടക്കുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാവ് ബീറ്റ് ചെയ്ത് കറക്റ്റായെന്നാണ് അർത്ഥം. നമുക്ക് മാവ് പാകമായി.
അടുത്ത നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് ഇടേണ്ട ചേരുവകളൊക്കെ ചേർക്കാം. പച്ചമുളക്, ഇഞ്ചി, ഇത്തിരി കുരുമുളക് ചതച്ചത്, സവോള, വേപ്പില, പിന്നെ ഉപ്പും കായപ്പൊടിയും. അപ്പം നമ്മൾ ഉപ്പൊഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഈ ഫോർക്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വറക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. അല്ലെങ്കിൽ എനിക്കൊരു ഇത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു ഇത് തോന്നിയെന്ന് വെച്ചാൽ ഉപ്പ് നേരത്തെ ഇട്ട് കുഴച്ചതിന് ശേഷം കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഒരു രുചി വ്യത്യാസം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയതാവും മറ്റുള്ളവർക്ക് കുഴപ്പമില്ലായിരിക്കും. എന്നാലും ഞാൻ ഈ വറക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഉപ്പ് ചേർക്കുന്നത്. നമ്മൾ ചെയ്തിട്ടാണോ കാണിക്കുന്നത് അതോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് വറുത്തിട്ട് ലാസ്റ്റ് കാണിക്കാം? ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം കാണാം. ശരി. ഇഞ്ചി ഇട്ടായിരുന്നു? ഇഞ്ചി, അത് കഴിഞ്ഞിപ്പം കുരുമുളക്, പച്ചമുളക്, സവോളയൊക്കെ ചിലർക്ക് സവോളയുടെ ഫ്ലേവർ ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ചേർക്കണ്ട. വേപ്പില, ഇത്രയും കൂടി ഇട്ടത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവിൻ്റെ എല്ലാ ഭാഗത്തും ഇതെത്തണം. ഇതിപ്പോൾ ആരെയും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും പുതിയതായിട്ട് കാണുന്നവർ കാണുമല്ലോ, അപ്പോൾ അവർക്കൂടെ ഒരു പ്രചോദനമാവട്ടെ. ഇനി ഇതിലേക്ക് കായപ്പൊടി എന്തുമാത്രം ചേർക്കണം? അത് ഒന്ന് കറക്റ്റായിട്ടൊന്ന് കുറച്ച്, ഞാനിവിടെ ഒരു സ്വല്പമേ ചേർക്കുന്നുള്ളൂ. ശകലം. വെട്ടത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നേരെ ഒരുപാട് വൈകിട്ടുണ്ട് കേട്ടോ, അതാണ് വെട്ടം. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഉപ്പിടാം. ഉപ്പ് ആദ്യം ഒന്ന് ശകലം ഇട്ട് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും പറയുന്ന നമുക്ക് പാകത്തിന് അല്ലേ? ഉപ്പ് കുറഞ്ഞാലും വിഷയമില്ല. നമ്മളിപ്പോൾ ഇതിന് ചട്നി ഉണ്ടാക്കുവാണെങ്കിൽ തന്നെയും അതിലൊരു പൊടിക്ക് കയറ്റി ഉപ്പിട്ടാൽ മതി. കൂടിപ്പോയാൽ പാടാം. എല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷം കാണാം. ഇതിന് വരെ ബീറ്റ് ചെയ്യേണ്ടതൊന്നും മിക്സ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ചുട്ടതിന് ശേഷം കാണാം. നമ്മൾ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളവും കൂടെ എടുത്തതെന്ന് വെച്ചാൽ കൈ നന്നായിട്ട് മുക്കിയതിന് ശേഷം മാവ് കയ്യിലെടുത്ത് എണ്ണയിലേക്ക് ഇടാവുള്ളൂ. അതുമല്ല, എണ്ണ നമ്മൾ ചൂടാകാൻ പോകും. മീഡിയം ഫ്ലെയിമിൽ വെക്കാവുള്ളൂ. നമുക്കപ്പോൾ ഇനി ഉഴുന്നുവട ഉണ്ടാക്കാം. നമ്മൾ 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിനും കൂടി സ്പേസ് ഉണ്ടോ നോക്കട്ടെ. ഒരെണ്ണവും കൂടെ. തീ മീഡിയം ഫ്ലെയിമിൽ മാത്രം, എന്നാലേ ഉള്ളു വേവുള്ളൂ. നമുക്കിത് വെന്തിട്ട് കാണാം. മീഡിയം ഫ്ലെയിമിലെ തീ പാടുള്ളൂ, ചെറിയ തീ. അതായത് മീഡിയം പരുവത്തില് കേട്ടോ, ഫ്ലെയിം മീഡിയം പരുവത്തിൽ. ഓക്കെ. അപ്പൊ ഇനി വെന്തിട്ടാണോ? എന്തോ റെഡിയാക്കുന്നത്? ഞാൻ അവിടെ ഉഴുന്നുവട ഉണ്ടാക്കിണ്ടിരുന്നപ്പോ ശിവയുടെ മുളക് ചട്നി ഉണ്ടാക്കുക. നമുക്കപ്പോൾ ഈ മുളക് ചട്നിയും ഉഴുന്നുവടയും കൂടെ ടേസ്റ്റ് ചെയ്യാൻ വരുന്നവർക്ക് കൊടുക്കാം. അങ്ങനെ ശിവയും ഈ രംഗത്തോട്ട് വന്നോ? ശിവ ഇങ്ങോട്ട് നോക്കി. അങ്ങനെ അവസാനം നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. പക്ഷെ നേരം ഒരുപാട് വൈകി, ഏകദേശം 7:45. നമുക്ക് ആൾക്കാരെ തപ്പി മുറ്റത്തേക്ക് ഇറങ്ങേണ്ടി വന്നില്ല. അതിനു മുന്നേ വീട്ടിലേക്ക് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. 2 പേര് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അതിഥി. പേരെന്ന് പറഞ്ഞേര്. എന്റെ പേര് സുലത. ഞാൻ നൈറ്റ് തയ്ച്ചോന്ന് അറിയാനായിട്ടാണ് ഈ രാത്രി വന്നത്. ഇവിടെ പലഹാരങ്ങൾ കണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. ഇത് സുലതാമ്മയുടെ ചെറുമാനാണ്. പേര് പറഞ്ഞു? അക്ഷിത്. നമുക്കിനി നമ്മുടെ ഈ ഉഴുന്നുവട ഇവർക്ക് കൊടുക്കാം. എങ്ങനുണ്ട്, കൊള്ളാവോന്നൊക്കെ പറയാം. സുലതാമ്മ ഈ പരിപാടിയുടെ പേര് ഉള്ളത് പറയാന്നുള്ള പരിപാടി കേട്ടോ. അപ്പൊ സുലതാമ്മ കഴിച്ചിട്ട് സുലതാമ്മയുടെ അഭിപ്രായം പറയണം. നല്ലതാണെങ്കിൽ നല്ലത്. ഉഴുന്നുവട എടുത്ത ചമ്മന്തി ഉണ്ട്.
കൊള്ളാം, നല്ലതാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? ഇച്ചിരി കൂടെ മുരിയണമായിരുന്നു. ഇച്ചിരി മൊരിയണമായിരുന്നു. ഓക്കെ മോനെ, എങ്ങനെയുണ്ട് മോനെ? സൂപ്പറാണോ? അടിപൊളി അടിപൊളി എന്നാ പറയുന്നത്. സുനിതാമ്മതി രണ്ടാമത് ചമ്മന്തി എടുത്ത് കഴിച്ചോണ്ടിരിക്കുകയാണ്. ചമ്മന്തി എടുത്തപ്പോ ടേസ്റ്റ് ഉണ്ട്. ചമ്മന്തിയായിട്ട് കഴിച്ചപ്പോ ടേസ്റ്റ് ഉണ്ട് അല്ലേ? ആ എടുത്ത് കഴിച്ചോ. വീട് സന്തോഷമായി. ഇപ്പൊ അമ്മ പറഞ്ഞത് നല്ലതായിട്ടുണ്ടെന്നാ പറഞ്ഞ. ഇത്തിരി കൂടെ മൊരിയണം. അതെന്താന്ന് വെച്ചാല് നമുക്ക് ഇത്രയും ടൈം ആയില്ലേ, ഇപ്പൊ ആൾക്കാര് നമുക്ക് രാത്രിയാണെങ്കിലും ആൾക്കാർ ഇതിലെ വരുവോ എന്നുള്ള ഇതില് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുത്താണ്. അല്ലാണ്ട് നല്ല അഭിപ്രായം വന്ന സന്തോഷം. ഈ സമയത്ത് നൈറ്റ് തയ്ച്ചോന്ന് ചോദിക്കാൻ ഇവിടെയാണ് മിക്കതും തയ്ക്കുന്നത്. ഞാൻ നൈറ്റ് തയ്ച്ചോന്ന് ചോദിക്കാനായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോഴിവിടെ പലഹാരങ്ങൾ എന്തായാലും സുനിതാമ്മക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അപ്പിച്ചായിരുന്നു, അത് കഴിച്ചോണ്ട് നല്ല അഭിപ്രായം. ഇപ്പൊ രണ്ടാമത്തെ എപ്പിസോഡാണ്. എന്തായാലും രണ്ടുപേരും നല്ല മുരിഞ്ഞായിരുന്നെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശാല കൂടെ മൊരിയാനുണ്ടെന്ന് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം വേറൊരു വിഭവമായിട്ട് വരും. ഓക്കെ അല്ലേ? സന്തോഷമല്ലേ? ഇന്നത്തെ ഈ ഉഴുന്നുവട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം ഏകദേശം 7:45 കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബും ചെയ്യുക ചാനൽ. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായമാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഈ തുടർന്ന് വീഡിയോയിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.